അപ്പോഴാണ് ആ വേദനാജനകമായ ആ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. തേക്കടി ബോട്ട് ദുരന്തം. ഒന്നും നോക്കിയില്ല. ഞാൻ വാവയോട് പറഞ്ഞു, ഓടിക്കോ, അല്ലാതെ വേറെ മാർഗമില്ലെന്ന്. വാവ എന്നെ നോക്കാതെ, കൂടെ വന്നതാണെന്നുള്ള പരിഗണന പോലും തരാതെ ഓട്ടവടാ ഓട്ടം. പെട്ടെന്നാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. പെരിയാർ തടാകത്തിനുള്ളിൽ ഒരു ചെറിയ ദ്വീപ്, ആ ദ്വീപിനുള്ളിൽ ഒരു കൊട്ടാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ തേക്കടിയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായെങ്കിലും കുമളിയിലാണ് താമസമെങ്കിൽ പോലും ആദ്യമായാണ് വാവ തേക്കടി കാണാൻ പോകുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയോ വാവ എൻ്റെ അടുത്ത് കാര്യമായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ കാര്യമാക്കാതെ ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. പണ്ട് കുമളിയിൽ നിന്നും തേക്കടിയിലേക്ക് സ്വന്തം വാഹനങ്ങളിൽ പോകാമെങ്കിലും ഇന്നത് സാധ്യമല്ല. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ബോട്ടിങ്ങിന്റെ സമയവും എൻട്രി ചാർജും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. മുതിർന്നവർക്ക് 255 രൂപയും കുട്ടികൾക്ക് 85 രൂപയുമാണ് ഈടാക്കുന്നത്. ടിക്കറ്റ് എടുത്തവർക്ക് കുമളിയിൽ നിന്നും തേക്കടിയിലേക്ക് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫോറസ്റ്റിന്റെ വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. വാഹനത്തിനുള്ളിൽ കയറിയപ്പോൾ നിരവധി സീറ്റുകളാണ് ഒഴിവുള്ളത്. വാവ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ ഇരിക്കണമെന്ന്. എന്നാൽ അങ്ങനെയൊന്നും പ്രത്യേക തരം സീറ്റുകൾ ഞങ്ങൾക്കായില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചാരികൾക്ക് ഇരിക്കാം. അങ്ങനെ ഞാനും വാവയും 2 സീറ്റുകൾ തിരഞ്ഞെടുത്തു. വാവ എപ്പോഴും കാര്യമായ എന്തൊക്കെയോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. സൈഡ് സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു ആടി മുഴുവനും. ബസ് ഫില്ലായതിനു ശേഷം കുമളിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തേക്കടിയിലേക്ക് തിരിച്ചു. റോഡിൻ്റെ ഒരു വശം കുമളിയുടെ ടൗണും മറുവശം ഫോറസ്റ്റ് ഏരിയയുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായ പെരിയാർ ടൈഗർ റിസർവിലൂടെയുള്ള ഈ ഒരു യാത്ര മറക്കാനാകാത്ത ഒരു അനുഭൂതി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം മനസ്സിന് അതുപോലെ സന്തോഷവും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ തേക്കടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു സന്തോഷം വാവയുടെ മുഖത്ത് നല്ലപോലെ നമുക്ക് കാണാൻ സാധിക്കും. ആ ചിരിയിൽ നിന്നും നമുക്കെല്ലാം മനസ്സിലാക്കാം. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുന്ന തിരക്കിലാണ്. വാവയ്ക്ക് ആദ്യം ഇറങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും അത് സാധ്യമായില്ല. എന്നിരുന്നാലും സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടാക്കി വെച്ചതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഞങ്ങൾ അതൊന്നും കാര്യമാക്കാതെ മുന്നിലേക്ക് നടന്നു. ഞങ്ങളുടെ മുന്നിൽ വിശാല സുന്ദരമായ തേക്കടി തടാകമാണ് മുന്നിലുള്ളത്. തേക്കടി ആദ്യം കണ്ടു എന്നതിൻ്റെ സന്തോഷത്തിൽ വാവ മതിമറന്നു എന്ന് തന്നെ പറയാം. ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ബോട്ടിംഗ് ചെയ്യുവാൻ താല്പര്യമില്ലായിരുന്നു എന്ന് വേണം പറയുവാൻ. എന്നാലും ഈ സഞ്ചാരികളുടെ ഈ തിരക്ക് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഒരാഗ്രഹം, ബോട്ടിംഗ് ചെയ്താലോ എന്ന്. എന്നാൽ അതിനുള്ള സമയം അതിക്രമിച്ചോ എന്നൊരു സംശയം ഇല്ലാഴികയില്ല. അപ്പോഴാണ് വാവിക്ക് നിർബന്ധം ബോട്ടിംഗ് ചെയ്യണമെന്ന് തന്നെ. ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് കൗണ്ടറിലേക്ക് വീണ്ടും ഓടി. അങ്ങനെ 2 ടിക്കറ്റുകൾ സംഘടിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ ഏറെ വൈകിയിരിക്കുന്നു. ആരും തന്നെയില്ല. എല്ലാവരും ബോട്ടിങ്ങിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഞങ്ങൾക്കിനിയും ദൂരം ഒരുപാട് ഓടാനുണ്ട്. ഒന്നും നോക്കിയില്ല. ഞാൻ വാവയോട് പറഞ്ഞു, ഓടിക്കോ, അല്ലാതെ വേറെ മാർഗമില്ലെന്ന്. അങ്ങനെ വാവയുടെ കയ്യിലെ ലഗേജ് ഞാൻ കൈക്കലാക്കി. വാവ എന്നെ നോക്കാതെ ഓട്ടവടാ ഓട്ടം. ഓടിയിട്ടും ബോട്ടിങ്ങിലേക്ക് എത്തുന്നില്ല. ബോട്ടിങ്ങിൻ്റെ ആ ലാൻഡിലേക്ക് എത്തുന്നില്ല. ഞങ്ങളൊന്നും നോക്കിയില്ല. ബോട്ട് പുറപ്പെടാൻ സമയം വളരെ കുറച്ച് മാത്രം. വാവ എന്നെ നോക്കാതെ, കൂടെ വന്നതാണെന്നുള്ള പരിഗണന പോലും തരാതെ ഓട്ടവടാ ഓട്ടം. ഞാനും നോക്കിയില്ല. ഞാനും ഓട്ടവടാ ഓട്ടം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ മുൻപിൽ 2 ബോട്ടുകൾ. ഇതിലേത് ബോട്ടിൽ കയറണമെന്നാണ് അടുത്ത സംശയം. ഒന്നും നോക്കിയില്ല. വലതുവശത്ത് കാണുന്ന ആദ്യ ബോട്ടിൽ തന്നെ കയറാമെന്നുള്ള തീരുമാനം. ആ ബോട്ടിലുള്ള ഉദ്യോഗസ്ഥന് ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റ് കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ധൈര്യമായി ഇതിൽ കയറിക്കോളൂ എന്ന്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്നുള്ള തിരിച്ചറിവ് അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് ഏറ്റവും മുൻപിലത്തെ സീറ്റുകളാണ്. ബാക്കിയുള്ള സഞ്ചാരികളെല്ലാം ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നു. വാവയ്ക്ക് സംശയം, ഇതെന്താണ് സംഭവം, ഇതെന്താണ് ലൈഫ് ജാക്കറ്റ് എന്നുള്ള സംഭവം തന്നെ അവൾ ആദ്യം കാണുന്നത് പോലെ. ഇതെന്ത് ചെയ്യണം, തലയിൽ വയ്ക്കണോ അതോ ചവിട്ടി പിടിക്കണോ അതോ മടിയിൽ വയ്ക്കണോ എന്നൊന്നും അറിയാതെ. എന്നിരുന്നാലും ആ ബോട്ടിലെ ഉദ്യോഗസ്ഥൻ അവൾക്കത് ഭംഗിയായി തന്നെ ഇട്ടുകൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പുറപ്പെടുവാനുള്ള സമയമായി. ഉദ്യോഗസ്ഥർ ബോട്ട് കരയിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറക്കുന്നു. ഞങ്ങളുടെ ബോട്ടും വാതിലുകളെല്ലാം കുറ്റിയിട്ട് അതിൻ്റെ സുരക്ഷകളെല്ലാം ഒരുക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഞങ്ങൾ ലൈഫ് ജാക്കറ്റുകളെല്ലാം ഇട്ട് തയ്യാറായിരിക്കുകയാണ്. ബോട്ട് ലാൻഡിങ്ങിൽ നിന്നും പുറപ്പെട്ടു. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിച്ചത്. പെരിയാർ തടാകത്തിലെ ആ വെള്ളത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന കോലാണ് ഞങ്ങളുടെ ജനാലകളിലൂടെ ആ മറുവശം കാണുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വാവയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വാവയെല്ലാം മതിമറന്നിരിക്കുകയാണ്. പെരിയാർ ടൈഗർ റിസർവ് ആയതിനാൽ തന്നെ നിരവധി കടുവകളെ കാണാം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് വാവ ബോട്ടിംഗ് തിരഞ്ഞെടുത്തത്. എന്തായാലും കരയിലേക്ക് വാവ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കടുവ വരും വെള്ളം കുടിക്കാൻ എന്നുള്ള രീതിയിൽ. എന്നാൽ നിർഭാഗ്യം എന്ന് കരുതട്ടെ, ഇതുവരെയും ഞങ്ങൾക്ക് ഒരു മൃഗത്തിനെ പോലും കാണാൻ സാധിച്ചില്ല. എന്നിരുന്നാലും നല്ല ചൂടായിരുന്നതിനാൽ തന്നെ
തണുത്ത കാറ്റ് ആ നദിയിലൂടെ ഞങ്ങളുടെ ബോട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു അത്. അതിൻ്റെ സന്തോഷം വാവെ ഞാനുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് മുന്നിലേക്ക് പോവുകയാണ്. പെട്ടെന്നാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. പെരിയാർ തടാകത്തിനുള്ളിൽ ഒരു ചെറിയ ദ്വീപ്, ആ ദ്വീപിനുള്ളിൽ ഒരു കൊട്ടാരം, മറ്റൊന്നുമല്ല പെരിയാർ ലേക്ക് പാലസ് എന്നറിയപ്പെടുന്ന KTDCയുടെ അധീനതയിലുള്ള റിസോർട്ടാണ് നാം കാണുന്നത്. പണ്ടിത് തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലുള്ള കൊട്ടാരമായിരുന്നുവെങ്കിലും പിന്നീട് KTDC ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇവിടെ താമസിക്കുന്നത് വളരെ കോസ്റ്റ്ലി ആണെങ്കിലും പ്രകൃതിയെ ഏറ്റവും അടുത്തറിഞ്ഞ് ഇതുപോലെ നമുക്ക് താമസിക്കുവാൻ പറ്റിയ ഒരിടം മറ്റൊരിടത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം തന്നെ. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് മുന്നിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോഴാണ് വാവയ്ക്ക് മറ്റൊരു സംശയം. ഈ തടാകത്തിനുള്ളിൽ നിറയെ കുറ്റികൾ, മരത്തിൻ്റെ തൂണുകൾ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തേക്കടി തടാകത്തിൽ മാത്രം ഇങ്ങനെ കാണുന്നത് എന്ന് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അതിനുള്ള കാര്യങ്ങളും ഞാൻ വാവയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പണ്ട് ഡാം പണിയുന്നതിന് മുൻപ് ഇവിടെ മൊത്തം വനമായിരുന്നു, നിറയെ മരങ്ങൾ, ഘോര വനം മാത്രം. ആ സമയത്ത് ഇവിടെ ചിറകെട്ടി, അതായത് ഡാം നിലവിൽ വന്നു. ഡാം വന്നതിന് ശേഷം വെള്ളം കയറി ഈ വനത്തിനുള്ളിലെ മരങ്ങളെല്ലാം നശിച്ചു പോവുകയും പിന്നീട് അവശേഷിച്ച മരത്തിൻ്റെ കുറ്റികളാണ് നാം ഇന്ന് ഈ തടാകത്തിൽ കാണുന്ന കുറ്റികൾ. നമ്മൾ ബോട്ടിംഗ് തുടങ്ങുമ്പോൾ നമ്മളോടൊപ്പം നമുക്ക് മുന്നേ സഞ്ചരിച്ച 2 ബോട്ടുകളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നിരുന്നാലും നമ്മൾ ആ യാത്രകളെല്ലാം കണ്ട് സന്തോഷത്തോടെ മുന്നിലേക്ക് പോവുകയാണ്. തടാകത്തിന് ഇരുവശവും വളരെ ഘോരമായ വനങ്ങൾ, ഇതിനുള്ളിൽ നിറയെ മൃഗങ്ങളുണ്ടാവാം. എന്തിനേറെ പറയണം, ഇതറിയപ്പെടുന്നത് തന്നെ ടൈഗർ റിസർവ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിരവധി കടുവകളുണ്ടാകാം, ആനകളുണ്ടാകാം, പുലികളുണ്ടാകാം, അങ്ങനെ നിരവധി. എന്നാൽ ഞങ്ങൾക്കൊന്നിനെ പോലും കാണാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഞങ്ങൾ നിരാശരോടെ മടങ്ങേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബോട്ട് ലാൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വളരെ വേദനയോടെ, മൃഗങ്ങളെ കണ്ടില്ല എന്നുള്ള വേദനയോടെ ഞങ്ങൾ ലാൻഡിങ്ങിലേക്ക് അടുത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ കയറുമായി ബോട്ടിന് വെളിയിലേക്ക് ചാടിയിറങ്ങി. അദ്ദേഹം ആ കയറുമായി ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുവാനുള്ള തന്ത്രപ്പാടിലാണ്. അദ്ദേഹം ബോട്ട് വലിച്ച് കരയിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കമാൻഡിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ. അദ്ദേഹം ഞങ്ങൾക്ക് കമാൻഡ് തന്നു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വെളിയിലേക്ക് ചാടിയിറങ്ങി. മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിൽ തന്നെയും വാവയുടെ മുഖത്ത് ഒരുപാട് ചിരിയാണ്, ഒരുപാട് സന്തോഷം. കാരണം ആദ്യമായി തേക്കടി കണ്ടു എന്നതിലുള്ള സന്തോഷം. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്നാണ് വാവ എന്നോട് പങ്കുവച്ചത്. അപ്പോഴാണ് ആ വേദനാജനകമായ ആ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. തേക്കടി ബോട്ട് ദുരന്തം. ആ ബോട്ട് ദുരന്തത്തിൽ അകപ്പെട്ട ആ ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇത്ര ലോങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കാത്തത്. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. കൂടെ ഉണ്ടാകണേ ചങ്കുകളെ.